ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. എല്ലാവരും ആ അധ്യായം ക്രമമായിട്ട് നമ്മൾ വായിക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ആ സമാഗമന കൂടാരത്തിലെ ചില അവിടെ ഉണ്ടായിരുന്ന ആ സാധന സാമഗ്രികളൊക്കെ അതിൻ്റെ ആന്തരികമായ അർത്ഥത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സമാഗമന കൂടാരത്തിന് പലകകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമാഗമന കൂടാരം ഇത് പണിയുന്നത്. ആ പലകകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് കതിരമരത്തിൻ്റെ കൊണ്ടുള്ളതായ പലകകളാണ്. സാധാരണയായി അവിടെ ഉണ്ടാകുന്ന വൃക്ഷമാണ്. അതിന് വലിയ വിലയുള്ള വൃക്ഷങ്ങളല്ല. പക്ഷെ അതിൽ പൊതിയുന്നത് വിലയുള്ളതായ സ്വർണം കൊണ്ടാണ്. കാരണം യേശു ക്രിസ്തുവിലെ ദൈവത്വവും മനുഷ്യത്വവും അവിടെ വെളിപ്പെടുകയാണ്. പാപം മുഖാന്തരം വില കുറഞ്ഞ മനുഷ്യനെ കർത്താവിനോട് നമ്മൾ ചേരുമ്പോൾ വിലയുള്ളവരായി നമ്മൾ മാറ്റപ്പെടുന്നതായ ഒരനുഭവം. അതുപോലെ തന്നെ ഓരോ പലകയ്ക്കും 2 കുടുമ വീതം അല്ലെങ്കിൽ 2 കാലുകൾ വീതമുണ്ട്. അത് വെള്ളി കൊണ്ടാണ് ആ കുടുമകൾ ഉണ്ടാക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. ഇനി ആ വെള്ളി കൊണ്ടുള്ള കാലുകളുണ്ട്. വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 38-ന്റെ 25, 27, 30-ന്റെ 16 വാക്യങ്ങൾ നമുക്ക് കാണാം. യൂദോസ്കറിയോത്ത നമ്മുടെ കർത്താവിനെ ഉറ്റുകൊടുത്തതും 30 വെള്ളിക്കാശിനാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ വെള്ളി കൊണ്ട് അതിൻ്റെ കാലുകളുണ്ടാക്കി ആ പലകകൾ ചേർത്ത് വെച്ചാണ് ഇതുണ്ടാക്കുക. പഴയ നിയമത്തിൽ നമ്മളിതിനു മുൻപ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 6, 7, 8 അധ്യായം നമ്മൾ കണ്ടതിൽ നോഹ പെട്ടകമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പെട്ടകത്തിന് അന്ന് ഈ പറഞ്ഞ പോലെയുള്ള വലിയ മരം, ഗോഫർ മരം മുറിച്ചിട്ട് അതിനെ പല പലകകളാക്കി, കഷണങ്ങളാക്കി, അതിന് ആ പലകകൾ ചേർത്ത് ഇടയ്ക്ക് കീല് തേച്ച് ഒക്കെയാണ് പെട്ടകമുണ്ടാക്കാൻ യഹോവയായ ദൈവം അവിടെ ആവശ്യപ്പെട്ടത്. ഇവിടെയും നമുക്കറിയാം ഇത് ഖദിരമരം അത് നിലനിൽക്കുന്നത് മരുഭൂമിയിലാണ്. ആ മരമായിട്ട് നിന്നാൽ അതിനൊരിക്കലും ഈ സമാഗമന കൂടാരത്തിൻ്റെ ഭാഗമാകാനാവില്ല. അപ്പം അത് മുറിക്കപ്പെടുക എന്നുള്ളത് വേദനാജനകമായൊരു അനുഭവമാണ്. പിന്നെ അത് പലകകളാകുവാൻ തക്കവണ്ണം ചിന്തയിലിടപ്പെടണം. ഓരോ മനുഷ്യനും ഓരോ വിശ്വാസിക്കുമുള്ള ആ ശിക്ഷണത്തെ നമുക്കത് കാണാൻ സാധിക്കും. ആ ശിക്ഷണത്തിലൂടെ, ദൈവികമായ ശിക്ഷണത്തിലൂടെ, ചിന്തയിലിടപ്പെടുന്ന അനുഭവങ്ങളിലൂടെയാണ് പഴയ നിയമത്തിലെ പെട്ടകത്തിൻ്റെ പലകകളായും പുതിയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പലകകളായും നമുക്ക് മാറാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെയും പറയുന്നു പലകകൾ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വിടവ് വരാതെ വണ്ണം അത് ചേർത്ത് വയ്ക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശരീരത്തിലെ ഈ ഓരോ പലകകളും ഓരോ വിശ്വാസികളെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു ഗാത്രമായ സഭയാകുന്ന ശരീരത്തിലെ വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ഐക്യം, അവർ ഒരുമനപ്പെട്ട് ചേർന്ന് നിൽക്കേണ്ടതായ അനുഭവം ഇവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് വന്നത് സ്ത്രീഹന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരുമനപ്പെടൽ എവിടെയുണ്ടോ അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഓരോ പലകയിലും 4 വളയങ്ങൾ വീതം ഉണ്ടായിരുന്നു. ഈ വളയങ്ങളിലൂടെയാണ് അന്താഴങ്ങൾ അത് കടത്തി അത് ഉറപ്പിച്ചിരുന്നത്. പലകകൾ പരസ്പരം ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയായിരുന്നത്. 5-ാമത് ഒരു അന്താഴം
ഒരു വശത്തുള്ള പലകകളുടെ ഒത്ത നടുവിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തും വിധമാണ് അവിടെ ചെലുത്തിയിരുന്നത്. ഈ 5 അന്താഴങ്ങളും പലകകളെ പരസ്പരം അകലാതെയും വീഴാതെയും നേരെ ഉറച്ചു നിൽക്കുവാൻ അതിനെ സഹായിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മൾ തമ്മിലുണ്ടാകേണ്ടതായ, വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ടതായ ഐക്യത്തെ അതവിടെ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ തടികളെയൊക്കെയും അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞ്, എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇനി പഴയ സ്വഭാവം കാണാൻ പാടില്ല. വില കുറഞ്ഞ ആ കതിരമരത്തെ സ്വർണം കൊണ്ട് മൂടുമ്പോൾ ഇനി പുറമേ കാണുന്നത് സ്വർണത്തിൻ്റെ രൂപമാണ്. അതാണ് ലോകം കാണേണ്ടത്. നമ്മളിൽ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമുണ്ട്. ആ പഴയ മനുഷ്യനെ നമ്മൾ മാമോദീസായിൽ സ്നാനത്തിലൂടെ ഉരിഞ്ഞു കളഞ്ഞവരാണ്. പുതിയ മനുഷ്യനെ ഞാനും നിങ്ങളും ധരിച്ചവരാണ്. ഇനി നമ്മിൽ നിന്നുണ്ടാവേണ്ട സ്വഭാവം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിത രീതികളൊക്കെ ആ സ്വർണത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം, പുതുക്കപ്പെട്ട അനുഭവത്തിലായിരിക്കണം. അപ്പോഴാണ് ഈ സമാഗമന കൂടാരം അവിടെ ദൈവത്തിൻ്റെ തേജസ് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത്. ഞാനും നിങ്ങളുമാകുന്ന ഈ ഓരോ മന്ദിരത്തിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ മറ്റു വിശ്വാസികളുമായി ചേർന്ന് ഐക്യതയോടെ ഭൂമിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനും നമ്മുടെ അനുഗ്രഹത്തിനും ഈ സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ സന്തോഷത്തിനും മുഖാന്തരമായി തീരും. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞാനാകുന്ന കതിരമരം മുറിക്കപ്പെട്ട് അത് സ്വർണം കൊണ്ട് പൊതിയപ്പെട്ട് ഒരു പലക മറ്റൊരു പലകയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവത്തോടെ എന്നും ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.